പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ച് ഇന്ത്യ. ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചു എന്ന് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നത്. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, ഇന്ന് സർവകക്ഷി യോഗമടക്കം ഇന്ത്യ ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ യോഗം ചേരുക? ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? ആതിര, വൈകുന്നേരം 6 മണിക്ക് ഡൽഹിയിലായിരിക്കും സർവകക്ഷി യോഗം നടക്കുക. പ്രധാനമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. ഡൽഹിയിൽ വൈകുന്നേരം 6 മണിക്കാണ് യോഗം ചേരുക. മാത്രമല്ല രാജ്നാഥ് സിംഗ് ആയിരിക്കും യോഗത്തിന് നേതൃത്വം നൽകുക. പ്രധാനമായും ഇന്നലെ കേന്ദ്രമന്ത്രിസഭയിലെടുത്ത തീരുമാനങ്ങളായിരിക്കും പ്രധാനമായും അവിടെ ചർച്ച ചെയ്യുന്നുണ്ടാവുക. മാത്രമല്ല, പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ കണ്ടെത്തൽ. അപ്പം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും വിശദമായും ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. മാത്രമല്ല, ഇതുവരെയുള്ള ഭീകരർക്കായുള്ള തിരച്ചിൽ ഏത് തരത്തിലാണ് പോകുന്നത്, ഇനിയും എങ്ങനെയാണ് ഇവരെ കണ്ടെത്താനുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടത് എന്നും മറ്റുമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും തീരുമാനമെടുക്കുക. അതുപോലെ തിരച്ചിലിനും മറ്റുമുള്ള കാര്യങ്ങൾ മറ്റു രാഷ്ട്രീയ നേതാക്കളെയും മറ്റും അറിയിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഇന്നലെ നടന്നൊരു യോഗത്തിൽ അമിത്ഷാ അടക്കം പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് വിശദീകരിക്കുന്നുണ്ടാവും. പ്രധാനമായും എത്രയും വേഗം തന്നെ ഈ ഭീകരരെ കണ്ടുപിടിക്കണം, അവർക്കുള്ള തിരച്ചിലാണ് പ്രധാനമായും നമ്മുടെ യോഗം നേതൃത്വം നൽകുന്നത്. ഇവർക്കുള്ള തിരച്ചിലാണ്. മാത്രമല്ല, പഹൽഗാമിലെ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് വളരെ വലിയ പങ്കുണ്ട്, ഇവർ സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പ്രധാനമായും യോഗം വിലയിരുത്തുക. നാദിര, തീർച്ചയായും സോന, ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. സിന്ധു നദീതടം ഒക്കെ മരവിപ്പിച്ച ഒരു പ്രധാന തീരുമാനങ്ങളടക്കം ഇന്ത്യ കൈക്കൊണ്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, വളരെ കനത്ത തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാനിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം അതുപോലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അത് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാന്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരുന്നില്ല. അതിൽ കാരണവും വളരെ വലുതാണ്. കാരണം ഈ ഒരു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് മൂലം പാകിസ്ഥാൻ അടക്കം കുടിവെള്ളക്ഷാമം അതുപോലെ അവർക്ക് ഉണ്ടാവും. അതുപോലെ ഭക്ഷ്യക്ഷാമം ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളാണ് പാകിസ്ഥാൻ ഇനി കനത്ത തിരിച്ചടി ആയിട്ട് തന്നെ നേരിടാൻ പോകുന്നത്. അതിലൊന്നാണ് സിന്ധു നദീജല കരാർ. രണ്ടാമത്, പഞ്ചാബിലെ വാഗ അട്ടാരി അതിർത്തി എന്നാലും ഇന്ത്യൻ സൈന്യം അടച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതേ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് പാക് പൗരന്മാർ മെയ് 1 തന്നെ ഇന്ത്യ വിട്ട് തിരിച്ച് പാകിസ്ഥാനിലേക്ക് എത്തണമെന്നുള്ള വളരെ കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല എന്നൊരു കടുത്ത നടപടി തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട്. അതിലും ഉത്തരവും വരാനിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 വെട്ടിച്ചുരുക്കി തുടങ്ങിയ കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യ ഇന്നലെ കൈക്കൊണ്ടത്. എന്തായാലും പാകിസ്ഥാന് വളരെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഈ നയതന്ത്ര നടപടിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് പാകിസ്ഥാന് വളരെയധികം ഇപ്പോൾ ഇത്രയും കടുത്ത നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ ഏറ്റവും വളരെ കടുത്ത നടപടിയായിട്ടുള്ളത് ഈ സിന്ധു നദീജല കരാറാണ്. കാരണം പാകിസ്ഥാൻ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ്. കാരണം ഭക്ഷ്യക്ഷാമം പോലും അതുപോലെ കുടിവെള്ളക്ഷാമം ഇത് മരവിപ്പിക്കുന്നതോടെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകും. ഇതവരെ പ്രതികൂലമായി തന്നെ അവരെ ബാധിക്കും. അവരുടെ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ അതുപോലെ മറ്റു മേഖലകളും പാകിസ്ഥാൻ വളരെ വലിയ കടുത്ത നടപടിയാണ് സ്വീകരിക്കുക. അതുപോലെ വാഗ അട്ടാരി എന്നൊരു അതിർത്തി അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ. അതുപോലെ മെയ് 1 തന്നെ പാകിസ്ഥാൻ പൗരന്മാർ തിരിച്ച് ഇന്ത്യ വിടണമെന്നുള്ളൊരു വളരെ ശക്തമായൊരു തീരുമാനം തന്നെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല എന്നൊരു കടുത്ത തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 48 മണിക്കൂറിനകം തന്നെ ഈ സാർക്ക് വിസ ലഭിച്ച് ഇന്ത്യയിൽ തുടരുന്ന ഈ പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനകം തന്നെ ഇന്ത്യ വിടണമെന്നൊരു തീരുമാനവും ഇവർ കൈക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 എണ്ണമായിട്ട് ഇതുപോലെ കുറച്ചിരിക്കുകയാണ്. ഇതുപോലെ കടുത്ത നടപടികളാണ് ഇന്ത്യ നയതന്ത്രപരമായിട്ട് പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി തന്നെ നൽകിയിരിക്കുന്നത്. ആതിര.
സോന സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായക നീക്കങ്ങളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. കടുത്ത നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു കടുത്ത നടപടിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആതിര, പാകിസ്ഥാന്റെ ഭാഗത്തു ഉണ്ടാകുന്ന നടപടി എന്ന് വെച്ചാൽ ഇന്ന് പാകിസ്ഥാനും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ യോഗമാണ് പാകിസ്ഥാനിലും ഇന്ന് രാവിലെ ചേരുക എന്നതാണ് അറിയാൻ പറ്റുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ച യോഗത്തിൽ ക്യാബിനറ്റ് അംഗങ്ങളും മന്ത്രിമാരും അടക്കമുള്ളവരായിരിക്കും പങ്കെടുക്കുക. ഇതിൽ പ്രധാനമായും അവർ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ നയതന്ത്ര തിരിച്ചടി. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സിന്ധു നദീതര കരാർ, അതുപോലെ മറ്റേ പാകിസ്ഥാൻ പൗരന്മാരും മറ്റും മെയ് 1 തിരിച്ച് പാകിസ്ഥാനിലേക്ക് ചെല്ലണം, അതുപോലെ വിസ അവർക്കിനി നൽകണം എന്ന് പറഞ്ഞ കടുത്ത നടപടികളായിരിക്കും. ഈ ഇന്ത്യ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ട നടപടികൾ എങ്ങനെ പാകിസ്ഥാൻ അതിനെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരതിനെ അനുകൂലമാക്കുക, അല്ലെങ്കിൽ അവർക്ക് അതൊരു പ്രശ്നമല്ല എന്നൊരു രീതിയിൽ അവരെങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തുമെന്നായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. പാകിസ്ഥാനിലെ ഉന്നതതല യോഗമാണെന്ന് നടക്കുക. അതായത്